ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം പിറന്നതിന് ശേഷം മാർക്കറ്റിലെ 4 പ്രധാനപ്പെട്ട അസറ്റ് ക്ലാസ്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മളൊന്ന് ട്രാക്ക് ചെയ്താൽ ഒരു കാര്യം വ്യക്തമാകും. ഈ വർഷം ആരംഭിച്ച ശേഷം 35-37 ദിവസങ്ങളിൽ ഉയർച്ചകളും താഴ്ചകളുമാണ് ഓരോ അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, മാർക്കറ്റിൽ നമ്മൾ പൊതുവേ മാർക്കറ്റ് വളറ്റിലിറ്റി റിസ്ക് ഉണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും അത് ഇത്രമേൽ ഭയാനകമായ രീതിയിൽ വരുന്നത് അപൂർവ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ വലിയ തോതിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു ചാഞ്ചാട്ടമാണ് നമുക്ക് ഈ വർഷം പിറന്നതിന് ശേഷം മാർക്കറ്റിൽ കാണുന്നത്. അത് ഇക്വിറ്റിയിൽ മാത്രമല്ല, എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും ഈ ഒരു വളറ്റിലിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉദാഹരണമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോക്കുകളുടെ ഒരു വളറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുക. അപ്പോൾ ഈ 2026 പിറന്നിട്ട് ജനുവരി 2-ാം തീയതി നിഫ്റ്റിയുടെ വാല്യൂ 26,328 എന്നാൽ ജനുവരി 23-ാം തീയതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 25,048 താഴോട്ടേക്ക് വന്നതാണ്. വലിയൊരു ഫോളാണ് അവിടെ കാണുന്നത്. എന്നാൽ അതിനുശേഷം ഫെബ്രുവരി 4-ാം തീയതി 25,776 ഉയർന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും ഇവിടെ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഒരു വളറ്റിലിറ്റിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുക. ഇനി നമ്മൾ കുറച്ചുകൂടി സേഫ് ഹെവൺ എന്ന് കരുതുന്ന ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ഗോൾഡ് ബീസിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1-ാം തീയതി ഗോൾഡ് ബീസിൻ്റെ പ്രൈസ് 110 റുപ്പീസ് ആയിരുന്നു. എന്നാൽ ജനുവരി 29-ന് അത് 146 ഉയർന്നു. എന്നാൽ ഫെബ്രുവരി 12-ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 118 താഴുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഈക്വിറ്റിയിലുള്ള അതേ ഒരു വളറ്റിലിറ്റി ദൃശ്യമാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അസറ്റ് ക്ലാസ് ആയിട്ടുള്ള സിൽവർ കമ്മോഡിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ETF ആണ് സിൽവർ ബേസ്. അതിൻ്റെ പെർഫോമൻസ് നോക്കുക, ജനുവരി 1-ാം തീയതി 214 എന്നുള്ള പ്രൈസിലേക്ക് അത് എത്തിയിരുന്നു. എന്നാൽ ജനുവരി 29-ന് അത് 351 എന്ന പ്രൈസിലാണ്. ഫെബ്രുവരി 2-ന് അത് 219 എന്ന പ്രൈസിലേക്ക് വീണ്ടും താഴ്ന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ക്രിപ്റ്റോ കറൻസി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്രിപ്റ്റോ ആണ് ബിറ്റ് കോയിൻ. ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ ജനുവരി 1-ാം തീയതി അതിൻ്റെ ഡോളറിലുള്ള വാല്യൂ 87,412 ആയിരുന്നു. എന്നാൽ ജനുവരി 15-ന് അത് ഉയർന്നിട്ട് 96,151 വരെ എത്തിയിരുന്നു. എന്നാൽ ഫെബ്രുവരി 2-ന് അത് വലിയ തോതിൽ ഫോളോ ചെയ്തിട്ട് 62,887 അപ്പോൾ ഇത്തരത്തിൽ ഏത് അസറ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പൊതുവേ മാർക്കറ്റിൽ ഒന്നുകിൽ ബുൾ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ 3 കാറ്റഗറിയിലും പെടാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ വട്ടം കറക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അതൊന്ന് സ്റ്റേബിൾ ആകേണ്ടതുണ്ട്. അപ്പോൾ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം മാർക്കറ്റിൽ വരേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള നിരാശയാണ് ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് നമ്മുടെ പണം കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം എവിടെ പാർക്ക് ചെയ്യും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ ഈ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ, ഈ ഒരു പണം നമ്മൾ എവിടെ പാർക്ക് ചെയ്യും എന്നുള്ളത് നമ്മളൊരു കൃത്യമായ ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പണം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഏതൊരു അസറ്റ് ക്ലാസ്സിലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ കിട്ടുകയില്ല എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം പെർസെൻറ്റേജ് റിട്ടേൺ എങ്കിലും ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് ഒന്നുകിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ആ പണം നിക്ഷേപിക്കും, അതല്ലെങ്കിൽ ബ്രോക്കറുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ ആ പണം സൂക്ഷിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു തെറ്റായ കാര്യമാണ്. കാരണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2% അല്ലെങ്കിൽ 2.5% ആണ്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ യാതൊരുവിധ ബെനിഫിറ്റും കിട്ടുന്നുമില്ല. പിന്നീടുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ നമുക്കറിയാം ലോക്കിൻ പീരീഡ് ഉണ്ട്, എക്സിറ്റ് ലോഡ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളുണ്ട്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ലിക്വിഡ് ETF. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് റിയൽ NAV ബൈ ഓർ സെല്ല് ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ അന്ന് ഈവനിങ് എന്താണോ മ്യൂച്വൽ ഫണ്ട് ഹൗസ് കാൽക്കുലേറ്റ് ചെയ്ത് പുറത്തു കൊടുക്കുന്ന NAV അതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ അറിയുന്നത് നെക്സ്റ്റ് ഡേ മാത്രമാണ്. അതുപോലെ ആ മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, അത് നമുക്ക് റെഡീം ചെയ്യാനേ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു ETF ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു
ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ETF വാങ്ങാൻ വളരെ എളുപ്പമാണ്, സെല് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരേ ദിവസം തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. റിയൽ NAV, നമ്മൾ വാങ്ങുന്ന NAV എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അഡ്വാൻറ്റേജ് ലിക്വിഡ് ETF-നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലിക്വിഡ് ETF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെയധികം ലോ റിസ്ക് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് സീറോ റിസ്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ETF ആണ് ലിക്വിഡ് ETF. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ലിക്വിഡ് ETF കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ പാർക്കിംഗ് സ്പേസ് ആണ്. നമുക്ക് ഏത് സമയം ആ വണ്ടി എടുക്കുകയും അല്ലെങ്കിൽ വണ്ടിയുടെ പാർക്കിംഗ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ പാർക്കിംഗ് ലോട്ടായിട്ടാണ് ETF-നെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഇത് ഏകദേശം സേവിങ്സ് അക്കൗണ്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ട് പോലെയോ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. കാരണം പലപ്പോഴും 5 to 6% ഒരു നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലിക്വിഡ് ETF വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ ട്രാക്ക് ചെയ്യുന്നത് ഓവർനൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അവരുടെ AUM ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലാണ്, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ്. അത് ഒരു ദിവസം കൊണ്ട് മെച്യൂർഡ് ആകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഓവർനൈറ്റ് ഫണ്ടുകളാണ്. അതിൻ്റെ മെച്യൂരിറ്റി ഒരു ദിവസമോ 2 ദിവസമോ ആകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെർച്വലി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇല്ല. അപ്പോൾ പൊതുവെ 2 ടൈപ്പിലുള്ള ലിക്വിഡ് ETF നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് ETF വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 1000 രൂപയാണ് അതിൻ്റെ പ്രൈസെങ്കിൽ ഈ 1000 രൂപ തന്നെയായിരിക്കും അതിൻ്റെ പ്രൈസ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പിൻവലിക്കുമ്പോൾ 1000 രൂപ തന്നെയായിരിക്കും അതിൻ്റെ പ്രൈസ്. പക്ഷെ അവിടെ അവർ ചെയ്യുന്നത് അതിലുണ്ടാകുന്ന റിട്ടേൺ അത് ഡിവിഡൻഡ് രൂപത്തിൽ നമുക്ക് യൂണിറ്റുകളായിട്ട് തരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു യൂണിറ്റാണ് വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു യൂണിറ്റിൻ്റെ പൈസ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ കാലം അവിടെ പാർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റിൻ്റെ പൈസ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് 2 യൂണിറ്റ് ആയിട്ട് വരും. എന്നാൽ ഇതിൻ്റെ പ്രൈസ് സെയിം ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ETF ആണ് ലിക്വിഡ് ബീസ് എന്ന് പറയുന്ന നിപ്പോൺ ഇന്ത്യയുടെ ETF. മറ്റൊരു ETF ആണ് ഗ്രോത്ത് NAV ടൈപ്പിലുള്ള ETF. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെറോദയുടെ ലിക്വിഡ് കേസ് എന്ന് പറയുന്ന ETF. അപ്പോൾ ഇവിടെ അവരുടെ NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ പ്രൈസിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ 2 വിധത്തിലുള്ള ലിക്വിഡ് ETF ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രത്യേകത, ഈ ലിക്വിഡ് ETF നിങ്ങൾക്ക് മാർക്കറ്റ് അവറിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പണം പിൻവലിക്കുകയാണെങ്കിൽ T+1 ഡേ, അതായത് ഒരു ബിസിനസ് ഡേയിലുള്ളിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരും. ഇതുകൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് ഈ ഒരു ലിക്വിഡ് ETF-നുള്ളത്, നിങ്ങൾക്കത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് മാർജിൻ എടുക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു F&O ഇൻട്രാഡേ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലിക്വിഡ് ETF പ്ലഡ്ജ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മാർജിൻ കടമെടുക്കാം. ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മാർജിൻ കടമെടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്കത് പ്ലഡ്ജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ലിക്വിഡ് ETF ആണ് ഏറ്റവും നല്ലതെന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ലിക്വിഡ് ETFകളുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ AUM എത്രമാത്രം ഉണ്ട്, അതുപോലെ അതിൻ്റെ വോളിയം എത്രമാത്രം ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്, കാരണം നമുക്ക് ലിക്വിഡിറ്റി ആവശ്യമാണ്, അതേപോലെ എക്സ്പെൻസ് റേഷ്യോ എത്രമാത്രം ഉണ്ട് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിലുള്ള 3 പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലിക്വിഡ് ETF സെലക്ട് ചെയ്യാവുന്നതാണ്. 1000 കോടിക്ക് മുകളിൽ AUM ഉള്ള ട്രാക്കിംഗ് എറർ വളരെ കുറഞ്ഞിട്ടുള്ള ചില ETF നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത് നിപ്പോൺ ഇന്ത്യ ലിക്വിഡ് ETF ആണ്. അതിനെ ലിക്വിഡ് ബീസ് എന്നും വിളിക്കാറുണ്ട്. ഇത് ഒരു ഡിവിഡൻഡ് രൂപത്തിലുള്ള ETF ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഫിക്സഡ് ആയിട്ടുണ്ടാവും, യൂണിറ്റ് ആണ് കൂടുക. ഇനി മറ്റൊരു ETF സെറോദയുടെ ETF ആണ്. സെറോദ നിഫ്റ്റി 1 ഡേ റേറ്റ് ETF എന്നാണ് പറയുക. ലിക്വിഡ് കേസ് എന്നാണ് ഇതിൻ്റെ കോഡ്. ഇത് 8000 കോടിയോളം AUM ഉള്ള ഒരു ETF ആണ്. ഇതൊരു ഗ്രോത്ത് NAV ടൈപ്പിലുള്ള ETF ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ETF-കളുടെ മറ്റൊരു പ്രത്യേകത, ഇതിന് STT അഥവാ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എൻട്രി എക്സിറ്റ് എടുത്താലും നമ്മുടെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിനുണ്ട്. പ്രധാനപ്പെട്ട ഇവിടെ പരാമർശിച്ച 1000 കോടിക്ക് മുകളിൽ AUM ഉള്ള നിപ്പോൺ ഇന്ത്യ, സെറോദ, DSP, ICICI, കൊടാക്, ഇതിൻ്റെയൊക്കെ AUM നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം AUM ഉള്ളത് നിപ്പോൺ ഇന്ത്യക്കാണ്. ഇത് കഴിഞ്ഞാൽ സെറോദക്കാണ് നമ്മൾ കാണാൻ കഴിയുക. ഇനി വോളിയം ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വോളിയം ട്രേഡ് നടക്കുന്നത് സെറോദയുടെ ലിക്വിഡ് ETF-ലാണ്. 2ാം സ്ഥാനത്ത് നിപ്പോൺ ഇന്ത്യയുടെ ലിക്വിഡ് ബീസ് ആണ്. 3ാം സ്ഥാനത്ത് നമുക്ക് DSP-യുടെയും ലിക്വിഡ് ETF ആണ് കാണാൻ കഴിയുക. ഇനി എക്സ്പെൻസ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നത് കൊടാക്കിൻ്റെ 1 ഡേ റേറ്റ് ETF ആണ്. ഇവിടെ 0.19% മാത്രമാണ് അവരുടെ എക്സ്പെൻസ് റേഷ്യോ. എന്നാൽ ലിക്വിഡ് ബേസിൻ്റെ നിപ്പോൺ ഇന്ത്യയുടെ ലിക്വിഡ് ബേസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.69% ആണ്.
ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.